ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള സബ് വൂഫറിൻ്റെ എഫക്റ്റ് ബേസ് കൂട്ടാനുള്ള കുറച്ച് വെറൈറ്റി ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ കയ്യിലുള്ള സബ് വൂഫറും അതേപോലെ ആംപ്ലിഫയറും മാറ്റാതെ തന്നെ നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റ് നമുക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ബേസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെറിയ രീതിയിൽ ചേഞ്ച് വരുത്തിയാൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് വൂഫറിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഏതൊരു സബ് വൂഫർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ആ സബ് വൂഫറിൻ്റെ ബോക്സ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നതിനാണ് ഉള്ള കയ്യിലുള്ള റൂമിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സബ് വൂഫറിൻ്റെ പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് എപ്പോഴും നമ്മൾ പാട്ട് കേൾക്കുകയാണെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടാവും. എൻ്റെ ഇരിക്കുന്ന പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ്. എൻ്റെ ഈ ചെയറിട്ടുള്ള ഈ ജനലിൻ്റെ ഈ ഒരു സൈഡാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് നമ്മുടെ ഈ സബ് വൂഫർ എടുക്കുക. ഈ സബ് വൂഫർ എടുത്തിട്ട് നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്ത് ഏകദേശം ഇരിക്കുന്ന സമയത്ത് ഏകദേശം നമ്മൾ ഈ ഒരു ചെവി വരുന്നത് ഏകദേശം ഈ ഒരു ഹൈറ്റിനായിരിക്കും. ആ ഒരു ഹൈറ്റിന് നമ്മൾ ഈ സബ് വൂഫർ എടുത്തിട്ട് എന്തെങ്കിലും സാധനത്തിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുക. അതായത് ഇപ്പോൾ എൻ്റെ ആ ഒരു ടീപ്പോയി ഉണ്ട് അവിടെ. ആ ഒരു ടീപ്പോയിൻ്റെ മുകളിലാണ് ഞാനത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് സബ് വൂഫർ. അതിപ്പോൾ ഏകദേശം നമ്മുടെ ആ ചെവിയുടെ ലെവലിലേക്ക് നമ്മുടെ സബ് വൂഫർ എത്തി. അപ്പോൾ അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ എഫക്റ്റുള്ള ഒരു പാട്ട് വെച്ചിട്ട് നമ്മൾ ഈ റൂമിൻ്റെ 4 പുറം നല്ല രീതിയിൽ നമ്മൾ മുട്ടുത്തിയിട്ട് ഇങ്ങനെ നടന്നു നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഈ റൂമിൽ ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ സബ് വൂഫർ ഇവിടെ നിന്ന് എടുത്തിട്ട് ആ ഒരു പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അതാണ് സബ് വൂഫറിൻ്റെ സ്വീറ്റ് പോയിന്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന റൂമിൽ ഈ ഒരു സബ് വൂഫറിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. കാരണം നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്ത് ആ സബ് വൂഫറിൻ്റെ മാക്സിമം എഫക്റ്റ് നമുക്ക് ഈ ഇരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഒന്നാമത്തെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സബ് വൂഫറിൻ്റെ പ്ലേസ്മെൻറ്റ് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം സ്ഥലം കൃത്യമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളത് കേൾക്കുമ്പോൾ വീണ്ടും നമുക്ക് അത്രയും പോരാ, ഇതിനും കൂടുതലായിട്ട് നമുക്ക് എഫക്റ്റ് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ മുഴക്കം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സബ് വൂഫർ ഏതെങ്കിലും ഒരു കോർണർ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഈ ഇത് ചുമരുമായിട്ട് ഇതേ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കോർണർ ഒരു റൂമിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ നമ്മുടെ സബ് വൂഫർ കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക റൂമുകൾക്കും കോർണർ സൈഡിൽ സബ് വൂഫർ വെച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എൻ്റെ സബിൻ്റെ പ്ലേസ്മെൻറ്റ് ഞാൻ ഇവിടെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായിട്ട് എനിക്കിപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ആ ഭാഗത്തേക്ക് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബൂംനെസ് കൂടുതലായിട്ട് കയറി വരുന്നുണ്ട്. ഈ മുഴക്കം അതെനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സബ് വൂഫർ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ തീരെ നമുക്ക് ഇടിയും കിട്ടുന്നില്ല, അതേപോലെ തീരെ നമുക്ക് സബ് വൂഫറിന് ഒരു എഫക്റ്റ് ഇല്ലാത്ത പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോർണർ ഇപ്പോൾ എൻ്റെ സ്പീക്കർ വെച്ചതിൻ്റെ ആ ഒരു ഏകദേശം ആ കോർണറിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ സബ് വൂഫറിൻ്റെ ബോക്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക റൂമിലും നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടാൻ അത് ചാൻസ് കൂടുതലാണ്. നമ്മൾ തീരെ അടുപ്പിച്ച് വെക്കരുത്. ഏകദേശം ഒരു 3-4 ഇഞ്ചോ വിട്ടിട്ട് നമ്മൾ ചുമരുന്ന് വിട്ടിട്ട് നമ്മളെപ്പോഴും സബ് വൂഫർ കീപ്പ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് കിട്ടും. അത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എൽ പോർട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സബ് വൂഫർ ബോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭാഗത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിരിക്കും എൽ പോർട്ട് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ മുകളിൽ ഞാൻ വെച്ച് പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഇത് മുന്നേ എൽ പോർട്ടായിരുന്നു. ഞാനത് മാറ്റിയിട്ട് PVC പോർട്ട് ആക്കിയതാണ്. അതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൽ പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോർട്ട് എപ്പോഴും ഏകദേശം നമ്മുടെ ഈ അടിഭാഗത്തേക്ക് എൽ പോർട്ട് ഇരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ സബ് വൂഫറിൻ്റെ ബോക്സ് വെക്കുന്നതാണ് നല്ലത്. മുകളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ളൊരു എഫക്റ്റ് കമ്മിയായ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിയിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ സബ് വൂഫർ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട്, അതായത് നമ്മൾ ചിലപ്പോൾ അടിയിൽ എന്തെങ്കിലും പലക വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് വൂഫറിന് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ചെറിയ രീതിയിൽ സബ് വൂഫർ ഒന്ന് പൊക്കി വയ്ക്കുക. ഒരു 2-3 ഇഞ്ച് ചെറിയ രീതിയിലൊന്ന് സബ് വൂഫർ തറയുടെ മുകളിൽ നിന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടും. അപ്പോൾ എൽ പോർട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ സബ് വൂഫർ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എയർ പുറത്തേക്ക് വരുമ്പോൾ അത് ഈ തറയിൽ തട്ടിയിട്ട് ഇരട്ടിയായിട്ട് നമ്മുടെ റൂമിലേക്ക് കേൾക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ എൽ പോർട്ടുള്ള സബ് വൂഫർ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അത് താഴത്തേക്ക് ആക്കിയിട്ട് പ്ലേസ് ചെയ്യാൻ പറയാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇതിന് മുന്നേ എൻ്റെ എൽ പോർട്ടുള്ള സമയത്ത് ഞാനൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എൽ പോർട്ടുള്ള ഒരു സബ് വൂഫർ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ മുകളിലാണ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ എൽ പോർട്ട് ഇരിക്കുന്നതെങ്കിൽ അതൊന്ന് താഴത്തേക്ക് വെച്ച് നോക്കുക. അപ്പോൾ ഒന്നുകൂടി എഫക്റ്റ് കൂടിയതായിട്ട് നിങ്ങൾക്ക് തോന്നും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ സബ് വൂഫറിൻ്റെ ബോക്സ് കണ്ടോ, നമ്മൾ വെൻ്റ് വരുന്ന
ഈ ഒരു സബൂഫർ ബാക്ക് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഇങ്ങനെ ചുമരിനോട് ചേർത്ത് വെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സബൂഫറിൻ്റെ എഫക്റ്റ് കുറയാനും അതേപോലെ കുറച്ച് മുഴക്കം കയറി വരാനും ചാൻസ് വളരെ കൂടുതലാണ്. അത് കാരണം ഏകദേശം നമ്മളൊരു 3-4 ഇഞ്ച് ഏകദേശം ഒരു വിട്ടിട്ട് പിന്നെ ഈ 4 പേരിലും കൃത്യമായിട്ട് അതിനുള്ളിൽ കയറുന്നുണ്ട്. ഏകദേശം ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എപ്പോഴും സബൂഫറിൻ്റെ ബോക്സ് കീപ്പ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അതിന് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം എൻ്റെ ഒരു നമ്മളൊരു 3-4 ഇഞ്ച് അടുപ്പിച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എഫക്റ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇത് ചുമരുമ്പോൾ തട്ടിയിട്ട് അത് ഇരട്ടിയായിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ കേൾക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. കൂടുതൽ അടുപ്പിച്ച് വെക്കാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് അകന്ന് വെക്കാനും പാടില്ല. അതേ രീതിയിൽ ഏകദേശം നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് നല്ല രീതിയിലൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്വൂഫറിൻ്റെ ഉള്ളിൽ ബ്രേസിങ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമുക്കത് നമ്മുടെ സബ്വൂഫറിൻ്റെ എഫക്റ്റിനെ ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. കൃത്യമായിട്ട് ആ ഫുള്ളായിട്ട് സബ്വൂഫർ മേക്ക് ചെയ്യുന്ന പ്രഷർ പുറത്തേക്ക് വന്നോളണമെന്നില്ല. അപ്പോൾ അത് കാരണമാണ് ബ്രേസിങ് നമുക്ക് മെയിനായിട്ട് വേണം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സബ്വൂഫർ ബ്രേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ബ്രേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഇടുന്നതാണ്. ബ്രേസിങ് ഒക്കെ വളരെ എളുപ്പമാണ്, പണിയുള്ളൊരു കാര്യമൊന്നുമല്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാമ്പിംഗ് ആണ്. സബ്വൂഫറിൻ്റെ ബോക്സിനുള്ളിൽ നമ്മൾ മാക്സിമം ഡാമ്പ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എഫക്റ്റിന് വ്യത്യാസം എന്തായാലും വരും. നമ്മളെപ്പോഴും ഡാമ്പ് ചെയ്യുന്ന സമയത്ത് പോളിഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡാമ്പിംഗ് മെറ്റീരിയൽ അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. അത് കാരണമാണ് ഞാൻ എൻ്റെ സബ്വൂഫറിൻ്റെ ബോക്സിൽ ഞാൻ ഡാമ്പ് ചെയ്യാത്തത്. നമ്മൾ വേറെ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡാമ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ സബ്വൂഫറിൻ്റെ ബോക്സ് ഇപ്പോൾ നിലവിൽ ഡാമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡാമ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടാം. അപ്പോൾ ഡാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും നമ്മുടെ സബ്വൂഫറിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ബോക്സിന് എഫക്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ എയർ വെൻറ്റ് പൈപ്പാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളൊരു ഗുണം ഇതാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ പൈപ്പാണ് വരുന്നത്. അപ്പോൾ സബ്വൂഫർ ബോക്സിന് എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈപ്പിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇടി കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും. അതാണ് മെയിനായിട്ട് PVC പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളൊരു ഗുണം അതാണ്. അപ്പോൾ എനിക്കതിൻ്റെ PVC കട്ട് ചെയ്തിട്ട് അതിൻ്റെ സബ്വൂഫറിൽ വരുന്ന നമുക്ക് ഫ്രീക്വൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സബ്വൂഫറിൻ്റെ ബോക്സിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ ഞാൻ നേരത്തെ ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ എയർ വെൻറ്റ് പുറകിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു പാട്ട് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള എഫക്റ്റുള്ള ഒരു പാട്ട് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലിസണിങ് പോയിൻറ്റിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വന്നിട്ട് ഇരിക്കുന്നു. അതിനുശേഷം നമ്മുടെ എയർ വെൻറ്റ് ആ രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് എത്രത്തോളം എഫക്റ്റ് കിട്ടുന്നുണ്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എയർ വെൻറ്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റിയിട്ട് വീണ്ടും അതേ പാട്ടിനെ നമ്മൾ ആ നേരത്തെ അതേ രൂപത്തിൽ തന്നെ ആ പാട്ട് വീണ്ടും പ്ലേ ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ ചെന്നിരുന്നിട്ട് കേൾക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മാറ്റി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്ത് വയ്ക്കുക. ഏത് രീതിയിലാണോ നമ്മൾ ആ റൂമിൽ ഇരിക്കുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ ഓരോ റൂമിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടും അതേപോലെ ഓരോ റൂമിലിരിക്കുന്ന ഫർണിച്ചറുകളൊക്കെ അനുസരിച്ചിട്ടും ഈ ഒരു ലോ ഫ്രീക്വൻസിയിൽ വരുന്ന മാറ്റം വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഏത് രീതിയിൽ വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ അതേ രീതിയിൽ നമ്മൾ സബ്വൂഫർ സെറ്റ് ചെയ്ത് വയ്ക്കുക. മിക്കവാറും രീതിയിലുള്ള സബ്വൂഫറുകൾക്ക് പുറകിലത്തെ വെൻ്റുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പുറകിൽ ഇങ്ങനെ തിരിച്ച് വെക്കുന്ന സമയത്ത് ഈ ഒരു ചുമര് ഇവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു ചുമരിലേക്ക് നമ്മുടെ എയർ പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇരട്ടിയായിട്ട് നമുക്ക് കേൾക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് എനിക്ക് എൻ്റെ റൂമിൽ അതേ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം തന്നെ അതേ രീതിയിൽ ഫേസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ എയർ വെൻറ്റ് നമ്മുടെ ചുമരിലേക്ക് ഫേസ് ചെയ്ത് വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റ് എനിക്ക് കിട്ടുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ സബ്വൂഫർ അതേ രീതിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ നമ്മൾ എയർ വെൻറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് കൂടുതൽ ബാസ് കിട്ടുന്നത് അതേ രീതിയിൽ നമ്മുടെ സബ്വൂഫർ സെറ്റ് ചെയ്തിട്ട് വെക്കാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം, എൻ്റെ പേഴ്സണലി ഉള്ളൊരു അഭിപ്രായമാണ്, നമ്മൾ ബ്ലൂടൂത്തിൽ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു പാട്ടിൻ്റെ ക്ലാരിറ്റി നമുക്ക് കുറയാനും അതേപോലെ ആ ഒരു എഫക്റ്റ് കുറയാനും ചാൻസ് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഓക്സിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് എഫക്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ പെൻഡ്രൈവ് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് തീരെ എഫക്റ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തി ആവുന്ന രീതിയിൽ നമുക്ക് എഫക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓക്സ് കണക്ട് ചെയ്തിട്ടും അതേപോലെ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടും നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഡീപ്പ് ബാസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം പറഞ്ഞതാണ്. പിന്നെ നമ്മൾ രണ്ടാമത് വേറുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം നമ്മൾ പാട്ട് വെക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള
ഫയലിലുള്ള പാട്ട് വയ്ക്കുക. അത് തീരെ നമുക്ക് ഡെസിബിൾ കമ്മിയായിട്ടുള്ള സോങ്സുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസ് നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഡിയോ ഫയലുകൾ ഉപയോഗിക്കുക. അപ്പോൾ എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സൗണ്ടും, അതേപോലെ ഇപ്പോൾ ബേസിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ മിഡ് റേഞ്ച് ആയാലും ഹൈ ഫ്രീക്വൻസി ആയാലും ഒക്കെ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ഓഡിയോ ഫയൽസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അത് നല്ലൊരു ചേഞ്ച് എന്തായാലും നമുക്ക് വരുത്തും. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും എല്ലാവർക്കും അറിയുന്ന ഉള്ള കാര്യങ്ങൾ തന്നെ, നമ്മൾ സബ് വൂഫർ യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സബ് വൂഫർ യൂസ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബാസ് കിട്ടും. അതേപോലെ ആംപ്ലിഫയർ ഉപയോഗിക്കുന്ന സമയത്തും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ആംപ്ലിഫയർ നല്ല രീതിയിലുള്ള ആംപ്ലിഫയറുകൾ വാങ്ങുക. അതേ രീതിയിലാണ് എനിക്ക് ഈ ഒരു സബ് വൂഫർ ബോക്സിൻ്റെ ബേസ് കൂട്ടാൻ ഉള്ള ടിപ്പുകൾ എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ തീരെ നമുക്ക് ബേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും മിക്കവാറും ഒരു 90% ചാൻസ് ഉണ്ട് നമുക്ക് സബ് വൂഫറിൻ്റെ സബ് വൂഫറിൻ്റെ ബേസ് നമുക്ക് കൂട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ബേസ് തീരെ കമ്മിയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ശ്രമിച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ ബേസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.